നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രൂത്ത് ഓൺലി വ്ളോഗിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ന്യൂസിൽ കണ്ടൊരു വിഷയമാണ്. ന്യൂസ് വഴി കാണാത്തവരായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. നമ്മളെ ചാനൽ സന്ദർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഇന്ന് വൈകിട്ട് നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സംഭവം നമ്മൾ എത്രയും ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു, അതുപോലെ തന്നെ ഒരു കുടുംബത്തെ മൊത്തം കൊലപ്പെടുത്തി, അതുപോലെ കുട്ടിയെ കൊലപ്പെടുത്തി. ഇന്നിപ്പോ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താവും ഭാര്യയുടെ സുഹൃത്തും ഭർത്താവിന്റെ സുഹൃത്തുമായ ഒരു സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തി, രണ്ടുപേര് വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സമാനമായ വീഡിയോ എന്ന് പറയുമ്പോൾ, ഒരു ജ്യേഷ്ഠൻ അവന്റെ അനിയനെ അമ്പലവളപ്പിലിട്ട് പരിക്കേൽപ്പിച്ച് താമരശ്ശേരി ചികിത്സയിലിരിക്കവേ അതേ സഹോദരനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യവും ഹോസ്പിറ്റലിൽ വന്ന് പോകുന്നതിന്റെ ദൃശ്യവും നമുക്കിന്ന് കാണാം. കുറച്ച് ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം നമ്മളെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ കേസുകൾ കൂടി വരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും പ്രവർത്തിക്കുന്നതിനേക്കാളും ഒരുപാട് മുകളിലേക്കായി പോകുന്നു ഓരോ കാര്യങ്ങളും. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്തായാലും ഫസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഒരു ന്യൂസിന്റെ റിപ്പോർട്ടിൽ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ മൂത്ത സഹോദരൻ അനുജന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 23-കാരനായ അഭിനന്ദിനാണ് പരിക്കേറ്റത്. ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതി അർജുനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഹദ്, ഈ അർജുൻ ലഹരിക്ക് അടിമയായിരുന്നു, എന്താണ് പോലീസ് പറയുന്നത്? സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഈ ഏട്ടൻ അതായത് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹരി ഏത് വഴിക്ക് നോക്കിയാലും ലഹരിയെ കുറിച്ചല്ലാണ്ട് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ മറ്റുള്ള TV ചാനലുകളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ലഹരി കൂടാൻ ചാൻസ്? എങ്ങനെയാണ് ഇത്രയും ലഹരി കേരളത്തിൽ ഒഴുകുന്നത്? സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ? പോലീസുകാർ അറിഞ്ഞുകൊണ്ടാണോ? ഉന്നതിയിലിരിക്കുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ടാണോ ഈ ലഹരി നമ്മുടെ കേരളത്തിൽ ഒഴുകി നടക്കുന്നത്? ഇതുവരെ ഒരു പിടുത്തവും കിട്ടാത്ത 1-2 ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ല ആർക്കും പറയാൻ. എന്താണ് ഇപ്പോഴത്തെ സമൂഹത്തിന്റെ വ്യവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. മെഥിലിൻ എന്ന് പറയുന്ന രാസവസ്തു, ആ രാസവസ്തു ഉപയോഗിച്ച് മനുഷ്യരിലുണ്ടാകുന്ന വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ രീതികളും അവരുടെ മൈൻഡ് മാറുന്നതും ചിന്താഗതി മാറുന്നതും തമ്മിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യപാനത്തെക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യുന്ന മെഥിലിൻ എന്ന് പറയുന്ന ആ വസ്തു, MDMA എന്ന് പറയുന്ന ആ വസ്തു നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ യാതൊരു മാർഗവും ഇല്ലേ എന്നാണ് ഇപ്പോഴും സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനടക്കമുള്ള ഓരോ വ്യക്തികളും. നമുക്ക് എന്തായാലും വീഡിയോ ബാക്കി കൂടി വാച്ച് ചെയ്യാം. താമരശ്ശേരി ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലക്ക് വെട്ടേറ്റിട്ടുള്ളത്. അഭിനന്ദിന്റെ ഏട്ടനാണ് വെട്ടിയിട്ടുള്ളത്. വൈകിട്ട് 5:15 ഈ സംഭവം നടക്കുന്നത്. ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലഹരിക്ക് അടിമയായ ഈ ഏട്ടനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടതിന്റെ വൈരാഗ്യം തീർത്തതാണ് ഈ ഏട്ടൻ. അനിയനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കഴുത്തും തലയൂണി ചേരുന്ന ഭാഗങ്ങളിൽ വെട്ടേറ്റിട്ടുണ്ട്. അതും കാവിലുള്ള വാൾ ഉപയോഗിച്ചാണ് വെട്ടിയിട്ടുള്ളത്. അപ്പൊ അവന്റെയൊക്കെ മൈൻഡ് എത്രത്തോളം പോയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം അവനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു അനുജനെ, സ്വന്തം ചോരയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു മനസ്സ് വരെ നശിച്ചു പോയിട്ടുണ്ടാവും. അവന്റെ മസ്തിഷ്കമെല്ലാം മരവിച്ചു പോയിട്ടുണ്ടാവും. അവൻ അത്രയും ആ ഒരു വസ്തുവിന് അടിമയായിട്ടുണ്ടാവും. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനെതിരെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്ര MDMA പിടിച്ചു, ഇത്ര അത് പിടിച്ചു, ഇത്ര ഇത് പിടിച്ചു. ഇങ്ങനെ പിടിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് കുത്തൊഴുകി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ഒരു എന്താ പറയാ,
എന്താ പറയുക, നമ്മളെ പോലീസും നമ്മളെ എക്സൈസ് ഉദ്യോഗസ്ഥരും അതുപോലുള്ള ആളുകളും ഇറങ്ങി നിന്ന് അതിന് പോരാടുന്നത് കൊണ്ടാണോ? അല്ല. എത്ര നമ്മൾ ശ്രമിച്ചാലും ഇതെല്ലാം കേരളത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു പോംവഴി എന്താന്നുള്ളത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇതെങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ഇപ്പൊ ഇന്ന് കുറച്ചു നേരത്തെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഏതൊരു രാജ്യക്കാരൻ, ആ രാജ്യക്കാരനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ഭീകരമായിട്ട് വയലന്റ് ആവുന്നതിന്റെ കൂടെ ഹാൻഡ് കപ്പ് അയച്ച സമയത്ത് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചു നേരം മുമ്പുള്ള ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ കയ്യിൽ നിന്നും പിടിച്ചിട്ടുള്ളത് 1 കിലോ MDMA ആണ്. 1 കിലോ 1000 ഗ്രാം MDMA ആണ് ആ നശിച്ച ജന്മത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിനെ കാർന്ന് കഴിക്കുന്ന ആ ഒരു സാധനം, ആ മെത്തലിൻ എന്ന് പറയുന്ന ആ MDMA എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ തുടച്ചു നീക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇല്ലായ്മയായി പോകും. നമ്മുടെ സമൂഹം ഓർമ്മയായി പോകും. നമ്മുടെ കുട്ടികളുടെ മനസ്സ് ഓർമ്മയായി പോകും എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചും ചിന്തിക്കാം. സ്കൂളുകളിലും മദ്രസകളിലും അതുപോലുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ആയിട്ടുള്ളതും ഗവൺമെന്റ് ആയിട്ടുള്ളതും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ദിവസവും ഡെയിലി എല്ലാ ദിവസവും വരുന്ന കുട്ടികളെ മാതാപിതാക്കളും ടീച്ചേഴ്സും എന്നും ശ്രദ്ധിക്കണം, എന്നും വാച്ച് ചെയ്യണം. എന്തെങ്കിലും ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൗൺസിലിംഗ് കൊടുക്കുക കുട്ടികൾക്ക്. നമുക്ക് ആ ബാക്കി വീഡിയോ കൂടെ ഒന്ന് കണ്ടുവരാം. വെട്ടേറ്റ ഉടൻ തന്നെ ബന്ധുക്കൾ ഇത് കാണുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ബന്ധുക്കൾ കയറി ഇടപെടുകയും ഈ വാള് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇപ്പോൾ ഈ സഹോദരൻ ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സഹോദരന്റെ നില ഗുരുതരമാണോ? നിലവിൽ കഴുത്തിനാണ് വെട്ടേറ്റത് എന്നുള്ളതാണ്, ക്ഷമിക്കണം, തലയ്ക്കാണ് വെട്ടേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ്. പക്ഷേ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ആശുപത്രി അധികൃതർ വേണ്ട ചികിത്സ നൽകി വരുന്നുണ്ട്. ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതിയുടെ മെഡിക്കൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകുന്നത്. അപ്പോ ഇതാണ് സംഭവിച്ചത്. താമരശ്ശേരിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരി ഏതാണ് ലൊക്കേഷൻ, ഏതാണ് സ്ഥലം എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും നമ്മുടെ സമൂഹം വളരെ വളരെ ദയനീയമായ അവസ്ഥയിൽ ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ നമ്മളെ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് നമ്മളെ കുട്ടികൾ മദ്രസയിലും സ്കൂളിലേക്കും പോകുന്നതാണ്. നമ്മുടെ ഓരോ രക്ഷിതാക്കളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും സാധനങ്ങൾ നമ്മളെ കുട്ടികളുടെ ബാഗിൽ നിന്നോ, അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ കൊണ്ടുപോകുന്ന ബോക്സിൽ നിന്നോ, അതുപോലെ തന്നെ ബുക്കുകളുടെ ഇടയിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അവരെ തിരുത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇല്ലായ്മയായി പോകും. വർഷങ്ങൾക്ക് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ഖുർആനിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന സമയമാകുമ്പോൾ ഇന്നതുപോലെയെല്ലാം ഉണ്ടാവും, ഇന്ന സമയമാകുമ്പോൾ ഇന്നതുപോലെയെല്ലാം ഉണ്ടാവും, ഇന്ന സമയമാകുമ്പോൾ ഇന്നതുപോലെയെല്ലാം ഉണ്ടാവും. അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ഉമ്മ മകനെ കൊല്ലുക, മകൻ ഉമ്മയെ കൊല്ലുക, ഉപ്പയെ കൊല്ലുക, ജ്യേഷ്ഠനെ കൊല്ലുക, ജ്യേഷ്ഠത്തെ കൊല്ലുക, ഭാര്യയെ കൊല്ലുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ട് മനസ്സുമടുത്ത് മനുഷ്യർ ഇവിടുന്ന് മരിച്ചു പോകണമെന്നാണ് പണ്ടുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത്. അത് സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ച് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ വളരെ ശബ്ദമായി നിന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ശബ്ദമായി നിന്ന് പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന മെത്തലിൻ എന്ന് പറയുന്ന ആ MDMA എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ, സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ പോലും നമുക്ക് ഈ സമൂഹത്തിൽ വാർത്തെടുക്കാൻ കഴിയില്ല. സ്പോർട്സ് എന്ന ചിന്ത കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവുകയേയില്ല. 7ാം ക്ലാസ് മുതൽ പിന്നെ അങ്ങോട്ടേക്ക് വളരുന്ന വളർച്ചയിലുള്ള ഓരോ കുട്ടിയെ നമ്മൾ വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ പല ഉമ്മമാരും കരയുന്നത് പോലെ, പല ഉപ്പമാരും, പല അമ്മമാരും, പല പെങ്ങന്മാരും കരയുന്നത് പോലെ നമ്മളും ഇരുന്ന് കരയേണ്ടി വരും. ചിന്തിക്കുക, നമ്മളെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്, എവിടെയാണ് അവർ പോകുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്.
എല്ലാ ദിവസവും അത് നിങ്ങൾ അന്വേഷിച്ചിരിക്കണം. അന്വേഷിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു തലമുറ നമുക്ക് ഇല്ലാണ്ടായി പോകും. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ഷോർട്ട് ബ്രേക്ക്.